അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാദവാർഷിക പരീക്ഷ 2025-26 അധ്യയന വർഷത്തെ 2 അഖീദയിലെ മോഡൽ ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം, മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഖീദയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വിസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയും ലഭിക്കാത്തവർ നിങ്ങൾ ഗൂഗിൾ പോയിട്ട് madrasa.guide എന്ന് സെർച്ച് ചെയ്യുകയും അതിൽ ക്വിസ് ബുർഹാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് 2ാം ക്ലാസ് സെലക്ട് ചെയ്ത് അതിനുശേഷം അഖീദ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഓരോ ചാപ്റ്റേഴ്സ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയ ക്വിസ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നേരെ ചോദ്യപേപ്പറിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ കൊണ്ട് കള്ളികൾ പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ഇവിടെ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ 3 കള്ളികളിലും, അതുപോലെ ഇടതുഭാഗത്ത് 3 കള്ളികളിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് ശ്വസിക്കാൻ വായു തരുന്നത് അള്ളാഹു ആണ്, അല്ലേ? അള്ളാഹു നമുക്ക് ചെയ്തു തന്ന കുറേ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും. ഇവിടെ ഒന്നാമത്തെ കള്ളിയിൽ എന്നെന്നും എന്ന് എഴുതിയിട്ടുണ്ട്. വാക്യം നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കണം. 2ാം പാഠത്തിൽ കാണാൻ നിങ്ങൾക്ക് അത് ചെയ്യുന്ന രൂപം എങ്ങനെയാണെന്ന്. എന്നെന്നും ഉള്ളവൻ അള്ളാഹു. എന്നെന്നും ജീവിച്ചിരിപ്പുള്ളവൻ ആരാണ്? അള്ളാഹു. 2ാമത്തെ കള്ളിയിൽ എല്ലാം എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കേൾക്കുന്നവൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ കാണുന്നവൻ എന്ന് എഴുതാം, അല്ലെങ്കിൽ അറിയുന്നവൻ എന്ന് എഴുതാം. നമുക്കിവിടെ എല്ലാം കാണുന്നവൻ എന്ന് എഴുതാം. എല്ലാം കാണുന്നവൻ അള്ളാഹു. 3ാമത്തെ കള്ളിയിൽ എല്ലാം അറിയുന്നവൻ അള്ളാഹു. ഇനി മുകളിൽ കാണാം, ഇടതുഭാഗത്ത് മുകളിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം ഡാഷ്, എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു. പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ശ്വസിക്കാൻ വായു തരുന്നത് ആരാണ്? അള്ളാഹു. അവസാനത്തെ കള്ളിയിൽ എന്താ എഴുതേണ്ടത്? കുടിക്കാൻ വെള്ളം തരുന്നു ആരാണ്? അള്ളാഹു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 2ാമത്തെ പ്രവർത്തനം ഇതാണ്, യോജിച്ചതിനോട് ചേർക്കാം. ഇവിടെ വലതുഭാഗത്ത് കൊടുത്തിട്ടുള്ള ഓപ്ഷനോട് യോജിച്ചത് ഇടതുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് ശരിയായത് തിരഞ്ഞെടുത്ത് ഈ നടുവിലേക്ക് എഴുതേണ്ട പ്രവർത്തനമാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തെഴുതുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇത് ഇങ്ങോട്ട് എടുത്തെഴുതരുത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. മക്കയിൽ എന്താ ഉണ്ടായത്? ഇതിൽ ഓപ്ഷനുകളുണ്ട്. മനുഷ്യർ എന്നുണ്ട്, നബിയുടെ ഉമ്മ എന്നുണ്ട്, നബിക്ക് നുബുവത്ത് കിട്ടി, നബി ജനിച്ചു. ശരിയായത് ഏതാണ്? നബി മക്കയിലാണ് ജനിച്ചത്, അല്ലേ? അപ്പോൾ നബി ജനിച്ചു. ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതാട്ടോ. ഇത് ഇങ്ങോട്ട്, നബി ജനിച്ചു എന്നുള്ളത് ഇങ്ങോട്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 2, ആമിന ബീവി റളിയല്ലാഹു അൻഹ. ആമിന ബീവി ആരാണ്? നേരെ തന്നെ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ, നബിയുടെ ഉമ്മയാണ് ആമിന ബീവി. അപ്പോൾ അത് 2ാമത്തെ കോളത്തിലേക്ക് തന്നെ എടുത്ത് എഴുതണം. ഇനി 3, അബ്ദുള്ള. ആരാണ് അബ്ദുള്ള? താഴെ കാണാം. നബിയുടെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ള. അപ്പോൾ ഇതാണ് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത് കേട്ടോ. അബ്ദുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. ഇനി 4ാമത്തത് 40 വയസ്സായപ്പോൾ. 40 വയസ്സായപ്പോൾ നബിക്ക് എന്താണ് കിട്ടിയത്? ഇടതുഭാഗത്ത് നോക്കിയാൽ കാണും. ഓരോന്നും വായിച്ചു നോക്കിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓരോ ചോദ്യം വായിക്കുമ്പോഴും അതിനുള്ള ശരിയായ ഉത്തരം അറിയണമെങ്കിൽ ഓരോന്നും വായിച്ചു നോക്കണം. എന്നാലാണ് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ശരിയായ ഉത്തരം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടി. അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത് കേട്ടോ, ഇവിടേക്ക്. അത് മറക്കരുതേ. ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഇത് ഇങ്ങോട്ട് എടുത്ത് എഴുതരുത്, ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്താണ് എഴുതേണ്ടത്. 5, മദീനയിൽ എന്താണ് സംഭവിച്ചത്?
അതാ ഇടതുഭാഗത്ത് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. 6 മണ്ണിനാൽ പടക്കപ്പെട്ടവർ. മണ്ണിനാൽ പടക്കപ്പെട്ടവരാണ് ആര്? അതെ, മനുഷ്യർ. മനുഷ്യരെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നമുക്കിവിടെ വേർതിരിക്കാം എന്നുള്ള പ്രവർത്തനം കാണാം. ഇതിൽ ബ്രാക്കറ്റിൽ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. മദ്രസ, ജിന്ന്, മനുഷ്യൻ, ജിബിരിൽ അലൈഹിസ്സലാം, പേന, പിശാച്. ഇതിൽ നിന്ന് നാം കാണുന്നവ, നമ്മൾ കാണുന്നത്, ഇതിലേതൊക്കെയാണ് നമ്മൾ കണ്ടത് എന്ന് എടുത്തെഴുതാം. നാം കാണാത്തവ, ഇതിൽ നമുക്ക് കാണാൻ കഴിയാത്തവരുമുണ്ട്, അതാരൊക്കെയെന്ന് താഴേക്കും എഴുതാം. സിമ്പിൾ പ്രവർത്തനമാണ്. നമ്മൾ കാണുന്ന വസ്തുക്കളൊന്ന് നോക്കി നോക്കുക. ഒന്ന് മദ്രസ, നമ്മൾ കാണുന്നതല്ലേ, ദിവസവും കാണും. മദ്രസയിലേക്ക് വരുന്നവരാണ്, അപ്പോൾ മദ്രസ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്നവ എന്നതിലേക്ക് എടുത്തെഴുതുക മദ്രസ. പിന്നെ ജിന്ന്, ജിന്നിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക? താഴേക്ക് എഴുതിയെടുക്കുക. ജിന്ന് കാണാത്തതല്ലേ. മൂന്നാമത്തതോ മനുഷ്യൻ. മനുഷ്യരെ നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ കഴിയും. പരസ്പരം കാണുമ്പോൾ സലാം പറയാറില്ലേ? അപ്പോൾ നാം കാണുന്നവയിൽ എഴുതാം. അടുത്തത് ജിബിരിൽ അലൈഹിസ്സലാം. ജിബിരിൽ അലൈഹിസ്സലാമിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ കാണാത്തവയിലാണ് എഴുതേണ്ടത്. അപ്പോൾ അതിൽ എഴുതുക ജിബിരിൽ അലൈഹിസ്സലാം. അടുത്തത് പേന. നമ്മുടെ കയ്യിൽ നമ്മൾ പേന ഉണ്ടാവല്ലേ, അപ്പോൾ കാണുന്നവയിൽ എഴുതാം. മറ്റൊന്ന് പിശാച്ച്. പിശാച്ചിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, അപ്പോൾ അത് കാണാത്തവയിലും എഴുതാം. സിമ്പിൾ പ്രവർത്തനമല്ലേ. ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പൂർത്തിയാക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ഓരോ വരികളും തന്നിട്ടുണ്ട്, പക്ഷെ അത് പൂർത്തിയായിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോന്നും പൂർത്തിയാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പാഠഭാഗത്ത് നോക്കിയിട്ട് ഏത് രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് നോക്കുക. ഓരോ വരിയിലും പ്രത്യേകം എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അത് അടിവരയിട്ട് അത് തന്നെ പഠിക്കുക, കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക. ഒന്ന് നോക്കാം. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് ഡാഷ്. എന്താണ് വരിക? പാഠഭാഗത്തിലുണ്ട്. മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യുക? അതുപോലെ തന്നെ എന്ത് ചെയ്യുക? വരയിട്ട് പഠിക്കുക. അതുപോലെ 3-4 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അങ്ങനത്തതൊക്കെ കുട്ടികളെ കൊണ്ട് വായിച്ച് പഠിപ്പിക്കുക. 2 മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് ഡാഷ്. എന്താണ് വരിക? മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. മലക്കുകൾ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാണ്. അതും ആ പാഠത്തിൽ തന്നെയാണ് പറയുന്നത്. 3-മത്തത് പൂരിപ്പിക്കാനുള്ളതിൽ 3 അള്ളാഹുവിന് മാത്രമേ നാം ഡാഷ്. അള്ളാഹുവിന് മാത്രമേ നാം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആരാധിക്കാവൂ. അള്ളാഹുവിന് മാത്രമേ നാം ആരാധിക്കാവൂ. ഇനി അടുത്ത പ്രവർത്തനം 3 വീതം എഴുതാം. 3 ഉദാഹരണങ്ങൾ എഴുതണം. എന്താണ് ചോദ്യം? മലക്കുകളിൽ ഏറ്റവും പ്രധാനികളായവർ. മലക്കുകളിൽ നമ്മൾ 10 പ്രധാനികളായ മലക്കുകളെ പഠിച്ചിട്ടുണ്ട്. അവരിൽ നിന്ന് പ്രധാനികളായ 3 പേരെയെങ്കിലും എഴുതണം. അത് പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ച ആ 4 പേരിൽ 3 പേരെ ഇവിടെ എഴുതി കൊടുത്താൽ മതി. 1 ജിബിരിൽ അലൈഹിസ്സലാം, 2 മീകായിൽ അലൈഹിസ്സലാം, 3 ഇസ്റാഫീൽ അലൈഹിസ്സലാം. 4 നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. 4 അസ്റായിൽ അലൈഹിസ്സലാം. ഓക്കെ. ഇനി അടുത്തത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ. ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. അവയിൽ നിന്ന് 3 എഴുതണം.
ഒന്നെന്താ? അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു, അല്ലേ? അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു. രണ്ടാമത്തെ അനുഗ്രഹം, അള്ളാഹു നമുക്ക് കേൾക്കാൻ ചെവി തന്നു. പിന്നെയോ, അള്ളാഹു നമുക്ക് സംസാരിക്കാൻ നാവ് തന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. പാഠഭാഗത്ത് കുറേ പറയുന്നുണ്ട്, 5 മറ്റേ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാതെ പഠിക്കുക, കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുക. അടുത്ത ചോദ്യപേപ്പറുകളൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉടനെ